Dear students, good morning all. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാൻജൻസ് ടു ദി ലെവൽ കർവ്സ് എന്നുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി ടാൻജൻ ലൈൻ അറ്റ് എ പോയിന്റ് x naught y naught in the domain of f through the equation of the tangent line to the level curve of the function f of xy at a given point x naught y naught എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നത് a into x minus x naught plus b into y minus y naught equal to 0 എന്നുള്ള ഫോമിലായിരുന്നു. അപ്പോൾ ഇക്വേഷൻ ടാൻജൻ ലൈനിന്റെ ഇക്വേഷൻ കാണാനുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. പിന്നെ 3 വേരിയബിൾസ് വരുന്ന ഫംഗ്ഷൻസിലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇവാലുവേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിന്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്വേഷൻസ് ഫോർ ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ്. ഇക്വേഷൻസ് ഫോർ ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ ലെവൽ കർവ് എന്ന് പറയുന്നത് ലെവൽ സർഫസ് ആണ് വരിക, ലെവൽ കർവ് അല്ല, ലെവൽ സർഫസ് ആണ് വരിക. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നുള്ള ഫോമിൽ വരുന്ന സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ദി സർഫസ് ആണ്, ഇൻ ദി പ്ലെയിൻ, ഇൻ ദി സ്പേസ്, 3 ഡയമെൻഷണൽ സ്പേസ് ആണ് വരുന്നത്. അപ്പം if r of t r equal to gti plus htj plus ktk is a smooth curve on the level surface f of xyz is equal to c of a differentiable function f, then f of g of t h of t k of t equal to c എന്നുള്ള ഫോമിൽ കിട്ടും. നമ്മൾ നേരത്തെ ആ ഒരു റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിസൾട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ f of xyz is equal to c ആണ് എങ്കിൽ r എന്ന് പറയുന്ന ഒരു കേർവിൽ വരുന്ന ഈ ഒരു കേർവിൽ വരുന്ന പോയിന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ f of gt ht kt is equal to c എന്നുള്ള ഫോമിൽ കിട്ടും. നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ del f dot dr by dt equal to 0 എന്നുള്ള ഫോമിൽ കിട്ടും. അതായത് del f എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് വെക്ടർ dr by dt ഈ കേർവിന്റെ r of t എന്നുള്ള കേർവിന്റെ ടാൻജന്റ് ലൈൻ അല്ല ഇവിടെ വരിക, ടാൻജൻഷ്യൽ പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. del f and the tangent plane are perpendicular എന്നുള്ള ഫോമിൽ നമുക്ക് കിട്ടും. അതായത് del f is orthogonal to curve's velocity vector. del f എന്ന് പറയുന്നത് is orthogonal to the f of xyz is equal to c എന്ന f of xyz എന്നുള്ള കേർവിന്റെ അല്ലെങ്കിൽ rt is equal to fti plus gtj plus htk എന്നുള്ള കേർവിന്റെ വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ ഓർത്തോഗണൽ ആണ് del f എന്നുള്ളത് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ പി നോട്ട് എന്നുള്ള ഒരു പോയിന്റ് ഈ ആർ ടി സി നമ്മൾ ആർ ഓഫ് ടി is equal to fti plus gtj plus htk എന്നുള്ളതിൽ വരുമ്പോൾ ടിക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുത്തു. ആ പോയിന്റിലുള്ള വെലോസിറ്റി വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ വെലോസിറ്റി വെക്ടറുകളും del f ന് പെർപെൻഡിക്കുലർ ആയിരിക്കും. del f at p naught എന്ന് പറയുന്ന പോയിന്റിൽ del f ന് ഓർത്തോഗണൽ ആയിരിക്കും. So the curves tangent lines all lie in the plane through p naught normal to del f. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ p naught എന്ന് പറയുന്ന പോയിന്റിലൂടെയുള്ള ടാൻജന്റ് പ്ലെയിൻ ഏതൊരു ടാൻജന്റ് ലൈൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്പർ ഓഫ് ടാൻജന്റ് ലൈൻസ് നമുക്ക് എടുക്കാൻ പറ്റും. സർഫസിൽ ആയതുകൊണ്ട് ടാൻജന്റ് ആയിട്ടുള്ള ഒരുപാട് ലൈനുകൾ നമുക്ക് എടുക്കാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഫുട്ബോളിന്റെ ഒരു ടിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫുട്ബോളിന്റെ വരുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് ലൈനുകൾ നമുക്ക് വരക്കാൻ പറ്റും. അപ്പൊ ആ ലൈനുകളെല്ലാം ഏത് ലൈൻ വരച്ചു കഴിഞ്ഞാലും അതെല്ലാം del f എന്നുള്ള വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. So we call this plane the tangent plane of the surface at p naught. അപ്പം ഈ ടാൻജന്റ് ലൈനുകളെല്ലാം വരുന്ന ഒരു പ്ലെയിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയിനെ നമുക്ക് ടാൻജന്റ് പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. ആൻഡ് ദി ലൈൻ ത്രൂ പി നോട്ട് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഈസ് കോൾഡ് സർഫസസ് നോർമൽ ലൈൻ അറ്റ് പി നോട്ട്. അപ്പൊ നമ്മൾ ഫുട്ബോളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ, ഒരു പേപ്പർ പീസ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, പരന്നൊരു പ്രതലം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതാണ് ടാൻജന്റ് പ്ലെയിൻ വരുന്നത്. ഓക്കെ, ഈ ടാൻജന്റ് പ്ലെയിനിന് ഇപ്പൊ നമ്മൾ ഈ ടാൻജന്റ് പ്ലെയിൻ കിട്ടി. ടാൻജന്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഒരു വെക്ടർ എടുക്കുകയാണെങ്കിൽ, ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആണ് സർഫസിന്റെ നോർമൽ ലൈൻ വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദി ടാൻജന്റ് പ്ലെയിൻ അറ്റ് ദി പോയിന്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഓൺ ദി ലെവൽ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സി is the plane through P naught normal to del f at P naught.
the tangent plane at the point P naught, x naught, y naught, z naught on the level surface f of x, y, z is equal to c is the plane through P naught normal to del f and P naught. Del f at P naught. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇനി അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അതേപോലെ നോർമൽ ലൈൻ. The normal line of the surface at P naught is the line through P naught parallel to del f at P naught. അതായത് ഈ ടാൻജന്റ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ ആണ് നോർമൽ ലൈൻ. ഇനി the equation of the tangent plane and the normal line to the level surface f of xyz is equal to c at the point P naught, x naught, y naught, z naught are respectively fx P naught into x minus x naught plus fy P naught into y minus y naught plus fz P naught into z minus z naught equal to 0. ഇതാണ് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് fx P naught into x minus x naught plus fy P naught into y minus y naught plus fz P naught into z minus z naught. നമുക്കറിയാം ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax plus by plus cz plus d equal to 0 എന്നുള്ള ഫോമിലാണ് പ്ലെയിനിന്റെ 3-dimensional ഇക്വേഷൻ വരുന്നത്. ഇനി അതേപോലെ നോർമൽ ലൈനിന്റെ ഇക്വേഷൻ, ഇപ്പൊ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ മുകളിലുള്ളത്, നോർമൽ ലൈനിന്റെ ഇക്വേഷൻ x equal to x naught plus fx P naught t, y equal to y naught plus fy P naught t, z equal to z naught plus fz P naught t. അതായത് നോർമൽ ലൈൻ എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. എക്സ് നോട്ട്, വൈ നോട്ട്, സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഡെൽ എഫ് എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് നോർമൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പം ലൈനിന്റെ ഇക്വേഷൻ വരുന്നത് x equal to x naught plus at, y equal to y naught plus dt, z equal to z naught plus ct എന്നുള്ള ഫോമിലാണ്. ഇവിടെ ai plus bj plus ck എന്നുള്ള വെക്ടർ വരുന്നത് ഡെൽ എഫ് എന്നുള്ള വെക്ടർ ആണ്. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഈ സെഷനിലുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആണ്. ടാൻജന്റ് പ്ലെയിനിന്റെയും നോർമൽ ലൈനിന്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ടാൻജന്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ of the surface f of x, y, z is equal to x square plus y square plus z square minus 3 equal to 0 at the point 1, 1, 1. അപ്പം f of x, y, z is equal to x square plus y square plus z square minus 3 equal to 0 എന്നുള്ള ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഈ സർഫസിന്റെ നോർമൽ ഈ ഒരു സർഫസിൽ 1, 1, 1 എന്നുള്ള പോയിന്റിലുള്ള നോർമൽ ലൈന്റെയും ടാൻജന്റ് പ്ലെയിനിന്റെയും ഇക്വേഷൻ കാണാം. എഫ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നേരത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഫോർമുലയിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. എഫ് തന്നിട്ടുണ്ട്, ഡെൽ എഫ് കാണാം. ഡെൽ എഫ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ എന്നുള്ളതാണ്. അറ്റ് ദി പോയിന്റ് 1, 1, 1 എടുക്കുന്ന സമയത്ത് 2i പ്ലസ് 2j പ്ലസ് 2k ആണ്. അപ്പം del f is equal to 2i plus 2j plus 2k എന്നുള്ളതാണ് വരുന്നത്. അതായത് fx equal to 2, fy equal to 2, fz equal to 2 എന്ന് കിട്ടി. അപ്പോൾ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ വരുന്നത് fx p naught into x minus x naught plus fy p naught into y minus y naught plus fz p naught into z minus z naught equal to 0 എന്നുള്ള ഇതാണ് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into x naught equal to 1 ആണ്. 2 into x minus 1 plus 2 into y minus 1 plus 2 into z minus 1 equal to 0. ഓർ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് എല്ലാ ടേമിലും 2 ഉള്ളത് കൊണ്ട് ക്യാൻസൽ ചെയ്യാം. x plus y plus z equal to 3 എന്നുള്ളതാണ് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ x plus y plus z equal to 3 എന്നുള്ളതാണ് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇനി നോർമൽ ലൈനിന്റെ ഇക്വേഷന്റെ ഫോർമുല ഇതാണ്. x equal to x naught plus fx p naught t, y equal to y naught plus fy p naught into t, z equal to z naught plus fz p naught into t എന്നുള്ളതാണ് നോർമൽ ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ x equal to 1 plus 2t, y equal to 1 plus 2t, z equal to 1 plus 2t എന്നുള്ളത് നമുക്ക് കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദി ലൈൻസ് tangent to the curve of intersection of the surfaces x cube plus 3x square y square plus y cube plus 4xy minus z square equal to 0, x square plus y square plus z square equal to 11 at the point 1, 1, 3. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ഫൈൻഡ് ദി പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ ടു ദി കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി
സർഫസസ്, രണ്ട് സർഫസുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് സർഫസുകളുടെയും കർവ് ഓഫ് ഇന്റർസെക്ഷൻ കാണാം. കർവ് ഓഫ് ഇന്റർസെക്ഷൻ കാണണ്ട, കർവ് ഓഫ് ഇന്റർസെക്ഷനിൽ വരുന്ന 113 എന്നുള്ള പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് കാണേണ്ടത്. ഫൈൻഡ് ദി പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് ലൈൻ which is tangent to the curve of intersection of the surfaces. ഇപ്പൊ രണ്ട് സർഫസുകൾ തന്നിട്ടുണ്ട്. രണ്ട് സർഫസിന്റെയും കർവ് ഓഫ് ഇന്റർസെക്ഷനിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള 113 എന്നുള്ള പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ കർവ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഈ റെഡ് ലൈനിൽ വരുന്ന ഇക്വേഷൻ ആണ്. ഇതല്ല നമ്മൾ തന്നിട്ടുള്ള, നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഫിഗർ അല്ല ഇത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് കർവ് ഓഫ് ഇന്റർസെക്ഷനിൽ വരുന്ന ടാൻജന്റ് ലൈൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ഒരു റെഡ് ലൈനിൽ വരുന്നത് കർവ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ ഇതിൽ വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പൊ ഈ കോർണറിൽ വരുന്ന പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത് എങ്കിൽ ഈ പെർട്ടിക്കുലർ പോയിന്റ്, ഈ കർവിൽ വരുന്ന ഈ ഒരു കോർണറിൽ വരുന്ന പോയിന്റ്, ആ പോയിന്റ് ഈ ഒന്നാമത്തെ ഫിഗറിന് ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ ആവണം, രണ്ടാമത്തെ സർഫസിനെയും ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ ആവണം, രണ്ട് സർഫസിനെയും ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ ആവണം. അതായത് ഈ ഒരു പോയിന്റിലുള്ള നോർമൽ ലൈൻ എടുക്കുക. നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള ടാൻജന്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ കർവിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും സർഫസിന്റെ തന്നെ ക്രോസ് ചെയ്ത് പോകുന്ന ലൈനാണ് നോർമൽ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡെൽ എഫ് എന്നുള്ള ഈ ഒരു ഫിഗർ എഫിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഡെൽ എഫ് എന്നുള്ളതാണ് നോർമൽ ലൈനിന്റെ ഡയറക്ഷൻ. അതേപോലെ രണ്ടാമത്തെ ഫിഗറിന്റെ നോർമൽ ലൈനിന്റെ ഡയറക്ഷൻ എന്നുള്ളത് ഡെൽ ജി ആയിരിക്കും. രണ്ടാമത്തെ ഫിഗർ ജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ, അപ്പൊ ഈ ഒരു ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡെൽ എഫിനും പെർപെൻഡിക്കുലർ ആണ്, ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡെൽ എഫ് ക്രോസ് ഡെൽ ജി കണ്ടാൽ മതി. ഡെൽ എഫ് ക്രോസ് ഡെൽ ജി കണ്ടു കഴിഞ്ഞാൽ ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് വരുന്നതിനെ എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് പ്ലസ് 4xy മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നുള്ളതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എടുക്കുക. രണ്ടാമത്തേന് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 11 എന്നുള്ള ഫോമിൽ എടുക്കുക. അപ്പൊ നമുക്ക് എഫും ജിയും കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ ഡെൽ എഫ് കാണാം. ഡെൽ എഫ് അറ്റ് ദി പോയിന്റ് 113 എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ഡെൽ എഫ് അറ്റ് ദി പോയിന്റ് 113 എന്നുള്ളത് 13i പ്ലസ് 13j മൈനസ് 6k എന്നുള്ളത് നമുക്ക് കിട്ടി. ഇത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡെൽ ജി കാണാം. ഡെൽ ജി അറ്റ് ദി പോയിന്റ് 113 എന്നുള്ളത് കാണാം. അപ്പൊ ഡെൽ ജി ഈക്വൽ ടു 2i പ്ലസ് 2j പ്ലസ് 2k എന്നുള്ളത് കിട്ടി. ഇനി താഴെ പറഞ്ഞിട്ടുള്ള ഒന്ന് നോക്കുക. ദി ലൈൻ ടാൻജന്റ് ടു ദി കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഗിവൺ സർഫസസ് ഈസ് ടാൻജന്റ് ടു ബോത്ത് ദി സർഫസ്. അപ്പൊ ടാൻജന്റ് ടു കർവ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സർഫസിനും ടാൻജന്റ് ആണ്. ദി ടാൻജന്റ് ലൈൻ ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് ഡെൽ എഫ് ആൻഡ് ഡെൽ ജി. അപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യം, ഡെൽ എഫിനും ഡെൽ ജിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കണം ടാൻജന്റ് ലൈൻ. അതായത് വി ഈക്വൽ ടു ഡെൽ എഫ് ക്രോസ് ഡെൽ ജി എന്നുള്ളതിന് പാരലൽ ആയിരിക്കണം. അപ്പോൾ ഡെൽ എഫ് ക്രോസ് ഡെൽ ജി കാണാം. ഡെൽ എഫ് ക്രോസ് ഡെൽ ജി കാണാൻ വേണ്ടിയിട്ട് ഡിറ്റർമിനന്റ് ഐ ജെ കെ 13 മൈനസ് 6 2 2 6 ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 90i മൈനസ് 90j എന്നുള്ളത് കിട്ടി. കെന്റെ കമ്പോണന്റ് 0 ആണ്. അപ്പം നമുക്ക് ഇനി കാണേണ്ടത് 113 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന 90i മൈനസ് 90j എന്നുള്ള വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ്. അത് വരുന്നത് x ഈക്വൽ ടു 1 പ്ലസ് 90t, y ഈക്വൽ ടു 1 മൈനസ് 90t, z ഈക്വൽ ടു 3 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഇനി ഇതിൽ കുറച്ച് ഹോംവർക്ക് ആയിട്ട് സപ്ലിമെന്ററി പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഈ ഒരു 37 to 42 വരെയുള്ള പ്രോബ്ലംസിൽ ടാൻജന്റ് പ്ലെയിനും നോർമൽ ലൈനിന്റെയും ഇക്വേഷൻസ് കാണാനുള്ളതാണ്. അപ്പം 1 to 42 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതേപോലെ 43 to 46 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദി ലൈൻസ് ടാൻജന്റ് ടു ദി കർവ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഗിവൺ സർഫസസ് അറ്റ് ദി ഗിവൺ പോയിന്റ് എന്നുള്ളതാണ്. അപ്പം 37 തൊട്ട് 46 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അത്
ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.